സർക്കാർ നടത്തുന്ന പാഴ്ചെലവിന്റെ നേർചിത്രമായി ഇടുക്കി വാഗമണ്ണിൽ ടൂറിസ്റ്റ് കോംപ്ലക്സ് 11 വർഷം മുമ്പ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും ഈ ടൂറിസ്റ്റ് കോംപ്ലക്സ് സഞ്ചാരികൾക്ക് ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല. ഇന്നിവിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ്. 2009 2.76 കോടി രൂപ ചിലവഴിച്ചാണ് വാഗമൺ സൊസൈറ്റി കവലയിൽ ടൂറിസം വകുപ്പ് അത്യാധുനിക സൗകര്യത്തോടെ കെട്ടിടം നിർമ്മിച്ചത്. അന്നത്തെ നിയമസഭാ സ്പീക്കർ കെ രാധാകൃഷ്ണൻ തറക്കല്ലിട്ടു. 2012 ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന അനിൽകുമാർ ടൂറിസം കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടത്തി. ഇന്ന് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ ഇതാണ്. വാഗമണിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോടികൾ ചിലവഴിച്ച് ഈ ടൂറിസം കോംപ്ലക്സ് നിർമ്മിച്ചത്. വർഷങ്ങളായി സംരക്ഷണമില്ലാതെ ജീർണാവസ്ഥയിലാണ് ഈ കെട്ടിടം. ഇപ്പോൾ കെട്ടിടം തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നതോടെ കോടികളുടെ വരുമാന നഷ്ടവും സർക്കാരിനുണ്ടായി. നമ്മുടെ വാഗമണ് ലോക ഭൂപടത്തിൽ ടൂറിസവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശമാണ് വാഗമണ്. ഇന്ന് നൂറുകണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അന്തർ സംസ്ഥാനത്തു നിന്നുള്ള ടൂറിസ്റ്റ് ആൾക്കാർ കൂടെ വരുന്ന പ്രദേശമാണ് വാഗമൺ. ഈ വാഗമണ്ണിൽ ഏതാണ്ട് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പണിത ഒരു ടൂറിസ്റ്റ് കോംപ്ലക്സാണ് വാഗമണ്ണ്. വാഗമണ്ണിനും മൊട്ടക്കുന്നിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്. അവിടെ കോടികൾ മുടക്കി അന്ന് പണിത വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെയുള്ള ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് താമസിക്കാൻ യാതൊരു സൗകര്യമില്ലാതെ വാടക കൊടുത്താണ് മിക്കയിടത്തും അവർ താമസിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി, KTDCൻ്റെ ഈ പദ്ധതി അത് വിപുലീകരിച്ചാൽ അല്ലെങ്കിൽ അത് പുനരുദ്ധരിച്ചെടുത്തു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർക്ക് ഇത് പ്രയോജനകരമായി തീരും. ജലലഭ്യതയില്ലാത്തതാണ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തടസ്സം. കൂടാതെ വിനോദസഞ്ചാര വകുപ്പിൽ നിന്നും കെട്ടിടം ഏറ്റെടുക്കാൻ KTDC തയ്യാറാകാതിരുന്നതും വെല്ലുവിളിയായി. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് സഞ്ചാരികൾക്ക് തുറന്നു നൽകാൻ സാധിച്ചാൽ വാഗമണിലെ ടൂറിസം മേഖലയ്ക്ക് ഇത് പുത്തൻ ഉണർവ് നൽകുമെന്നാണ് വിലയിരുത്തൽ. സുബിൻ തോമസ്, ജനം, ഇടുക്കി.